ഇന്ന് നമ്മൾ ഈ ക്യാപ്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആത്മാർത്ഥത. നാട്ടിലായിരുന്നപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഇത് എല്ലായിടത്തും വാരി വിതറേണ്ട ഒന്നാണെന്നാണ്. എന്നാൽ അത് തെറ്റാണ് എന്നുള്ള കാര്യം ഞാൻ പ്രവാസം തുടങ്ങി ദുബായിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് ഞണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് കറി വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പണ്ട് നമ്മളെ പാരൻസും ടീച്ചേഴ്സും മുതിർന്നവരൊക്കെ പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും എല്ലാം അങ്ങനെയാണല്ലോ. ചിലരുടെ വാക്കിലും നോക്കിലും വരെ ആത്മാർത്ഥത ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇതിങ്ങനെ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് അളന്നു മുറിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ് സിൻസിയറിറ്റി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത്, റിലേറ്റീവ്സിൻ്റെ അടുത്ത്, ജോലി സ്ഥലങ്ങളിൽ, കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് സിൻസിയറിറ്റി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന അതേ അളവിൽ തന്നെ, അതേ അളവിലല്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 100% ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 80% ഞാൻ നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട്. തിരിച്ച് നമുക്കിങ്ങോട്ട് കിട്ടാതാകുമ്പോൾ പിന്നീട് നമ്മൾ ഈ ആത്മാർത്ഥത കാണിക്കേണ്ട സാഹചര്യത്തിൽ രണ്ടാമതായിട്ടൊന്ന് നമ്മൾ ചിന്തിക്കും. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവനെന്ത് തേങ്ങയാണ് പറയുന്നതെന്ന്, ആത്മാർത്ഥത ഇനി എവിടെയും കാണിക്കേണ്ടത്. അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുന്ന എവിടെ നിന്നാണോ അവിടെ മാത്രം അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതല്ലേ ശരി? നമസ്കാരം.